ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീരച്ചേമ്പലയുടെ തോരനും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഗാർഡൻ വിശേഷങ്ങളുമാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെയും കാണുമല്ലോ. നമ്മുടെ ചീരച്ചേമ്പ് കേട്ടോ, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാണ്. ഇത് നമ്മളിവിടെ വിന്റർ ആകുമ്പോൾ ഇത് അകത്ത് വെച്ചേക്കും, അത് സമ്മർ ആകുമ്പോൾ എടുത്ത് പുറത്ത് വെക്കും. പക്ഷെ ഞാൻ കുറച്ച് പുറത്ത് നട്ടിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അതാണേലും അത് വിന്റർ ആകുമ്പോൾ അതെല്ലാം അങ്ങ് ചത്തുപോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് സമ്മർ ആകുമ്പോൾ അതെല്ലാം കിളുത്ത് വരും. പക്ഷെ ഇപ്പൊ അത് കിളുത്ത് വരുന്നേ ഉള്ളൂ, അത് മുറിക്കാറായില്ല. അപ്പൊ ഇതിപ്പോ നമുക്കൊരു തോരനുള്ള ഇല കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്ട്രോബെറി ഒക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്, കാണിക്കാട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ. നമ്മുടെ വലിയ ഇലകളെല്ലാം തന്നെ മുറിച്ചെടുക്കുക. പെട്ടെന്ന് കിളുത്ത് വന്നോളൂ. ഇതിനകത്ത് കുറേ തൈകളും നിപ്പുണ്ട്. ഇനി അതെല്ലാം മാറ്റി വേറെ ചട്ടിയിലൊക്കെ ആക്കണം. തറയിലും കുറച്ച് നടണം. ചട്ടിയിൽ വെച്ചാൽ മാത്രമേ നമുക്കത് വിന്റർ ആകുമ്പോൾ അകത്ത് വെച്ചിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വിന്ററിൽ ഇടയ്ക്കിടയ്ക്ക് തോരൻ വെക്കാനുള്ള ഇല കിട്ടുമായിരുന്നു അകത്ത് വെച്ചേക്കുമ്പോൾ. ഇത്ര ഇല കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം തോരൻ വെക്കാനായിട്ട്. ഇതാണ് ഞാൻ ഗാർഡനിൽ നിലത്ത് നട്ടിരുന്ന ചീരച്ചേമ്പ്. അത് വിന്റർ ആയപ്പോൾ എല്ലാം നശിച്ചു പോയതായിരുന്നു. ഇപ്പൊ സമ്മർ ആയപ്പോൾ എല്ലാം കിളുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2-3 ആഴ്ച കൊണ്ട് നിറയെ ഇലകളൊക്കെ ആയി ഇത് പെട്ടെന്ന് അങ്ങ് വലുതായിക്കോളും. ഇപ്രാവശ്യത്തെ വിന്റർ കുറച്ച് നീണ്ടുപോയി, അതുകൊണ്ടാണ് ഇത് കിളുത്ത് വരാൻ കുറച്ച് താമസിച്ചത്. അപ്പൊ ഇനി ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. സ്ട്രോബെറി കുട്ടന്മാരൊക്കെ പഴുത്തു തുടങ്ങി. കുറേയൊക്കെ മോള് വന്ന് പറിച്ചുകൊണ്ട് പോയി. പറിച്ച് കഴിച്ചു കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളതായത് നീ കണ്ടില്ലേ, 2-3 ചട്ടികളിലായിട്ട് സ്ട്രോബെറി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. കുറേയൊക്കെ വന്ന് ഒച്ച കഴിച്ചുകൊണ്ട് പോവും. ഒച്ച കഴിച്ചതിൻ്റെയും മോള് കഴിച്ചതിൻ്റെ ഒക്കെ ബാക്കിയാണിത്. നമ്മുടെ ഗാർഡനിലെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, ചെറിയും ആപ്പിളും ഒക്കെ പൂത്ത് നിൽക്കുന്ന. ഇപ്പൊ ചെറിയ ഒക്കെ പാകമായി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പഴുക്കുമ്പോൾ നല്ല കറുത്ത കളറാവും ഇതിന്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഉള്ള ചെറിയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. ഇനിയും ഒരുപാട് അത് പാകമാകാനുണ്ട്. ഇനി ഒരു 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് നന്നായിട്ട് പഴുത്ത് നമുക്ക് വിളവെടുക്കാനുള്ള പാകമാവും. കുറേ കിളികൾ കൊണ്ടുപോകും, കുറേ നമ്മൾ പിച്ചി ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും, നമ്മളും കഴിക്കും. മേലേക്കൊക്കെ ഒരുപാട് നിപ്പുണ്ട്. പഴുത്തത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ, മേളിലേക്ക് ഇല ആയതുകൊണ്ട്. നമ്മുടെ ചെറിയ മരം മൊത്തത്തിലൊന്ന് കാണിക്കാം കേട്ടോ. വലിയ മരം അത് ഇത്രയും പൊക്കത്തിലായി നിൽപ്പുണ്ട്. നിറയെ കായ കേട്ടോ, മേളിലേക്കും ഒക്കെ ഉണ്ട്. അതിൻ്റെ അടിയിൽ ചെന്ന് നിൽക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ കാണാൻ പറ്റുള്ളൂ. പഴുത്ത് തുടങ്ങുമ്പോഴേ ശരിക്കും കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ആപ്പിളും ഒക്കെ ഇങ്ങനെ കണ്ണിമാങ്ങ പാകത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട്. അത് സമയമെടുക്കും. ഇനിയും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവും അതിൻ്റെ വിളവെടുപ്പ് സമയം, നന്നായിട്ട് മൂത്ത് പാകമായി വരാനായിട്ട്. ഈ വർഷം ആപ്പിളിൽ കുറവാന്ന് തോന്നുന്നു. ആപ്പിളാണെങ്കിലും നമുക്ക് ഇപ്പം മനസ്സിലാകില്ല മുകളിലേക്ക് നിൽക്കുന്ന ഒന്നും. അത് തുടങ്ങുമ്പോഴാണ് എന്തോരം കായ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. പേര് ഈ ഒരു പാകമായതേ ഉള്ളൂ. ഇനി ഒരുപാട് അത് വലുതാകാനുണ്ട്. നിറയെ ഉണ്ട് പേരിൽ, പക്ഷേ കായ് അതെല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്, നിറയെ കായ്ക്കും പേര്. നമ്മുടെ പ്ലം ആണേലും നിറയെ ഉണ്ടായിട്ടുണ്ട്. അതും ഇപ്പൊ പച്ച കളറിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. എസ്പെഷ്യലി വീഡിയോയിലൊക്കെ കാണുമ്പോൾ അറിയില്ല കായ ഏതാ ഇല ഏതാന്ന്. പഴുത്ത് കഴിയുമ്പോൾ നല്ല കറുത്ത കളറാവും ഇത്. സുന്ദരിക്കുട്ടിയാണ് ഇത്. നമ്മൾ കഴിഞ്ഞ വർഷം ഐൽ ഓഫ് വൈറ്റ്സിൽ അച്ഛനും അമ്മയും വന്നപ്പോൾ നമ്മൾ അവിടെ ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് ഒരു ഗാർഡൻ സെന്ററിൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. എവിടെ ചെന്നാലും ഞാൻ നേരെ ഗാർഡൻ സെന്ററിലേക്കും ചെടിക്കടയിലേക്കും ഒക്കെയാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരികയും ചെയ്യും. ഇത് നമ്മുടെ ഹൈഡ്രാഞ്ചിയാണ്. റെഡാണ്. ഇതിപ്പോൾ പൂക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നന്നായിട്ട് പൂത്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഇത് വേറൊരു സുന്ദരിക്കുട്ടി. നമ്മുടെ ആമ്പലാണ്. ആമ്പലെല്ലാം വളർന്നു വന്നിട്ടുണ്ട്, മൊട്ടൊക്കെ ആയി തുടങ്ങി. ഇതേ കണ്ടോ,
വെള്ളത്തിനടിയിൽ മുട്ടൊക്കെ നിൽപ്പുണ്ട്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ പൂവായി വരും. ഇവിടെയും ഒരു സുന്ദരിക്കുട്ടി ഒളിച്ചു നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ, നല്ല 2 ഷെയ്ഡ് അതിൻ്റെ ആ പൂവിന്. കുറേ പൂക്കളുണ്ടായിരുന്നു, അത് ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഒരാൾ മാത്രമേ ഇവിടെ ഇപ്പം രണ്ടാമത് പൂത്തതാണ്. ഇത് നമ്മുടെ വേറൊരു ടൈപ്പ് വെള്ള റോസാണ്. ചെറിയ പൂക്കളാണ്, പക്ഷെ നിറയെ പൂക്കും. ഇപ്രാവശ്യം ആദ്യം പൂത്ത പൂക്കളൊക്കെ പോയി. അത് ഞാനൊരു ഷോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇത് ഇപ്പോഴും രണ്ടാമത് വീണ്ടും മൊട്ട് പിടിച്ച് വരുന്നുണ്ട്. ഇപ്പം രണ്ടാമത്തെ ബാച്ചിന് നിറയെ പൂത്ത് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ അത് ഷോട്ടിൽ ഇട്ടേക്കാം, ആരും കണ്ടിട്ടില്ലെങ്കിൽ. ഇവിടെ നമ്മുടെ പ്ലം മരം. നമ്മുടെ ഗാർഡൻ മുഴുവൻ ഇങ്ങനെ മരങ്ങളാണ് കേട്ടോ, കൂടുതലും മരങ്ങളാണ്. നമ്മുടെ ചീരക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വലുതായി വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം തന്നെ കിളിച്ച് വരുന്ന കേട്ടോ. കഴിഞ്ഞ വർഷത്തെ വിത്തൊക്കെ കിടന്നിട്ട്. ഈ നിൽക്കുന്നത് ഉരുളൻകിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ ഇത് തന്നെ കിളുത്ത് വരുന്നതാണ്. അതായത് ഞാനിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഗാർഡനിലുള്ള പച്ചക്കറി വേസ്റ്റ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ നമ്മൾ ചെത്തി കളയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കുരുപ്പുകൾ അങ്ങനെ ആ കമ്പോസ്റ്റ് വാരി ഇടുമ്പോൾ അങ്ങനെ കിളിച്ചതാണ്. ഇത് മുഴുവൻ ഉരുളക്കിഴങ്ങാണ്. ഇഷ്ടംപോലെ ഉരുളക്കിഴങ്ങ് കിട്ടും കേട്ടോ. അത്യാവശ്യം ഓടി വന്നതിൻ്റെ ചോട്ടിൽ നിന്ന് നമുക്ക് മാന്തി എടുക്കാനും ഒക്കെ പറ്റും. ഇതൊരു ചൊരക്കയുടെ തൈ, അതിങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. നമുക്ക് ഇപ്രാവശ്യം അധികം വെയിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം കിളുത്ത് വരാൻ കുറച്ച് താമസം എടുക്കുന്നത്. ഉണ്ടാല്ലേ. ബാക്കി ഗാർഡൻ വിശേഷങ്ങൾ ചീരത്തോരൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, ചേമ്പിലത്തോരൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ചീരച്ചേമ്പ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇലയും തണ്ടും എല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം നമ്മുടെ ചീരയിലെല്ലാം ഇവിടെ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാസ്റ്റേണിൻ്റെ കടായിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ലിഡിലിൽ നിന്ന് മേടിച്ചതാണിത്. നല്ല പാത്രമാണ്, കണ്ട നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഉണ്ട്. എന്നിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയപ്പോൾ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും. ഇനി അതിലേക്ക് ചേർക്കുന്ന ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഉണ്ട് നിങ്ങളുടെ കയ്യിലെങ്കിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവോള ചേർത്തത്. വെള്ള സവോളയാണ്, അതുകൊണ്ടാണ് അതിന് ഈ കളർ. നമുക്കിവിടെ വെള്ള സവോള മേടിക്കാൻ കിട്ടും. അപ്പം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇപ്പോൾ ഒരുവിധം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട. ഈ സമയത്ത് നമ്മൾ ഇനി ഇതിലേക്ക് ചേമ്പിന്റെ ഇല അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇലയാണെങ്കിൽ ഇതിന് നല്ല വേവുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചീരയും മുരിങ്ങയിലൊക്കെ വേവുന്ന പോലെ അല്ല, ഇത് കുറച്ച് വേവുള്ള സാധനമാണ്. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടി വരും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഞാനൊരു കുറച്ച് നേരം ഇനിയിപ്പം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇനി ഇത് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് വേകട്ടെ. ഞാൻ ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 1 മുറി നാളികേരം ചിരകിയത് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, 1 വെളുത്തുള്ളി, കുറച്ച് കാന്താരി മുളക്, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഒതുക്കിയെടുക്കണം. ഇനി നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ അല്ലാതെ വെറും നാളികേരം മാത്രം, ചിരകിയ നാളികേരവും കുറച്ച് കാന്താരി മുളക് ചതച്ചതും കൂടി ഇട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ അത് വെള്ള കളറിലിരിക്കും. അതിനകത്ത് മഞ്ഞൾപ്പൊടിയോ ജീരകമോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് വേറൊരു ടേസ്റ്റ് ആണ്. ഈ തോരന് വേറെ ടേസ്റ്റ്. നമ്മുടെ ചീര എന്തായി എന്നൊന്ന് നോക്കാം. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചു കൊടുക്കുവാണ്. ഇതിനകത്തുനിന്ന് തന്നെ ഊറി വരുന്ന വെള്ളമുണ്ട്. ഈ ഇലയിൽ നിന്നും തണ്ടിയിൽ നിന്നും ഒക്കെ അതിന് നല്ല വെള്ളമയമല്ലേ. അപ്പം പ്രത്യേകിച്ച് വേറെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതൊന്നുകൂടെ ഇളക്കി മറിച്ച് വെച്ചിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചു കൊടുക്കുവാണ്, അത് വേകാൻ വേണ്ടിയിട്ട്.
നമ്മുടെ തോരൻ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് ചവച്ച് നോക്കി. അപ്പോൾ അത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് അരപ്പിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. ഈ അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പം നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് വെന്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഈ ചീരയിലേക്ക് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. നല്ല പോഷക സമ്പുഷ്ടമായ ഒരു തോരനാണിത്. നല്ലൊരു ഇലക്കറിയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ചീരച്ചേമ്പുണ്ടെങ്കിൽ അതിന് വെറുതെ കളയരുത്. അതുപോലെ തന്നെ ഡെയിലി എന്തെങ്കിലും ഇലക്കറികൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും നമ്മുടെ ഗാർഡൻ കാണാനുണ്ട്. അപ്പം ആരും വീഡിയോ നിർത്തി പോയേക്കരുത്, ബാക്കിയും കൂടെ ഒന്ന് കണ്ടേക്കണം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീരച്ചേമ്പ് തോരൻ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ഹൈഡ്രാഞ്ചിയാണ് ഇത്. ഒരു പിങ്ക് കുറച്ച് നാൾ നിന്ന് കഴിയുമ്പം പിന്നെ അത് ബ്ലൂ ആവും. അത് അപ്പോൾ കളർ ചേഞ്ച് ചെയ്യുന്ന സമയമാകുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നതായിരിക്കും. ഇതൊരു ചെറിയ കമ്പ് കൊണ്ട് വെച്ച് പിടിപ്പിച്ചതാണ്. നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു റോസാണ്. നേരത്തെ നമ്മളൊരു വെള്ള റോസ് കണ്ടില്ലേ, അതുപോലെ തന്നെ ചെറിയ റോസാ. പക്ഷെ നല്ല ഭംഗിയാണ്. നിറയെ പൂത്ത് കഴിയുമ്പോൾ ഇപ്പം ചെറുതായിട്ട് ഇത് പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ തക്കാളി, കുറച്ച് പയറ്, പാവല് ഒക്കെ കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.